ഹായ് തൊയ്യും. ഹായ്. ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും മാർക്കറ്റിന്റെ ഒരു ബാരിഷ്നെസ്സും ഇതൊക്കെയാണല്ലോ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അസറ്റ് അലൊക്കേഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക് പിന്നെയും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അതിനെക്കുറിച്ച് എന്താണ് തൊയ്യബിൻ്റെ ഒരു ഇൻസൈറ്റ്? അസറ്റ് അലോക്കേഷൻ എന്നുള്ള ടോപ്പിക്കിനെക്കാട്ടിയും കൂടുതലായിട്ട് പാനിക് സിറ്റുവേഷൻ വരുത്താതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഇന്നലെ ന്യൂസ് വന്നു, ഇന്നലെ മാർക്കറ്റ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 390 പോയിന്റ്സോളം നിഫ്റ്റി ഒരു ഫോള് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടു. അപ്പോൾ അതിൽ തന്നെ ഒരു ന്യൂസുകാർക്ക് അറിയാലോ, അവർക്ക് എല്ലാം നാളെ ലോകം അവസാനിക്കുന്ന രീതിയിലാണ്, കണ്ടന്റാണ്. അപ്പം ന്യൂസ് വന്ന് 10 ലക്ഷം കോടി വിപണിയിൽ നഷ്ടം, അല്ലെങ്കിൽ മൂല്യമിടിഞ്ഞു, വാല്യൂ ഇടിഞ്ഞു. $5 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു മാർക്കറ്റാണ് നമ്മൾ ഇന്ത്യൻ. അതിൽ 10 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഫ്യൂ പെർസെൻറ്റേജ്, വളരെ ചെറിയ പെർസെൻറ്റേജാ. ഞാനെപ്പോഴും സിംഗിൾ ഡിജിറ്റ് പെർസെൻറ്റേജാ. ഞാൻ എൻ്റെ ക്ലയൻസിനോട് എപ്പോഴും പറയുന്നത്, പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് ലോസും എടുക്കാൻ പറ്റണം. പക്ഷെ അത് ട്രേഡിങ്ങിൽ വേറെ രീതിയിൽ, പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വേറെ രീതിയിൽ. ട്രേഡിങ്ങിൽ ഞങ്ങളെ ലോസ് നല്ല രീതിയിൽ മിനിമൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ലോങ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ലോസ് കാണുമ്പോഴത്തേക്കും എക്സിറ്റ് ചെയ്ത് പോവല്ല ചെയ്യേണ്ടത്. അപ്പം സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 1 മന്ത് മുന്നേ ഒരു ക്ലയൻറ്റായിട്ട് ഞങ്ങൾക്കൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറും ഞാനിരുന്നിരുന്നു ആ മീറ്റിങ്ങിൽ. അപ്പം ക്ലയൻറ്റ് ജിദ്ദ എന്നുള്ള, സൗദി എന്നുള്ളൊരു ക്ലയൻറ്റാണ്. ആ ക്ലയൻറ്റ് ഞങ്ങളോട് ചോദിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇക്കൊല്ലം മ്യൂച്വൽ ഫണ്ട് ചെയ്തു, ഐ ജസ്റ്റ് ഗോട്ട് ലൈക്ക് 3% റിട്ടേൺസ്. പുള്ളി FDയിൽ ഫണ്ട് പാർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് പറഞ്ഞത് SIP ചെയ്യാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ലംസം ഇൻവെസ്റ്റ് ചെയ്യാം. പുള്ളി എന്നോട് ചോദിച്ചു, എനിക്ക് 7% or 8% വരെ എന്ത് കിട്ടിയിട്ടുണ്ട് FDയിൽ, അല്ലെങ്കിൽ ബോണ്ടിൽ ഇപ്പം 9% വരെ എന്ത് കിട്ടുന്നുണ്ട്, റിട്ടേൺസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തിനതിലേക്ക് മാറി, എനിക്ക് ജസ്റ്റ് 3% റിട്ടേൺസ് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് പുള്ളി പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ഒരൊറ്റ ക്വസ്റ്റ്യൻ അയാളോട് ചോദിക്കാനുള്ളായിരുന്നു. ഇന്നിപ്പോൾ മാർക്കറ്റ് ഒരു 30% കറക്റ്റായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കഴിഞ്ഞൊരു 4 കൊല്ലം മുന്നേ ഉള്ള മാർക്കറ്റിൽ നിന്നും ഒരു 10-20% കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡിലാണ് മാർക്കറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, വാട്ട് വിൽ യു ഡു? നിങ്ങൾ ബൈ ചെയ്യുമോ അതോ നിങ്ങൾ സെൽ ഓഫ് ചെയ്ത് പോവോ? പുള്ളി പറഞ്ഞു ബൈ ചെയ്യുന്നു. പക്ഷെ അത് എന്തുകൊണ്ടെന്ന് അല്ല, എനിക്കറിയാതെ എന്തായാലും ലോങ് ടേമിൽ ഗ്രോ ചെയ്യുന്നു. അപ്പോൾ അയാളോട് പറയാനുള്ള ഒരൊറ്റ ആൻസർ എന്താന്ന് പറഞ്ഞാൽ, പേഷ്യൻസ് ഉണ്ടാവുക. സ്റ്റോക്ക് മാർക്കറ്റ് ഒരിക്കലും എല്ലാ വർഷവും നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടോ ഇത്ര റിട്ടേൺസ് തരുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഹിസ്റ്ററി പറയുന്നത് എന്താണ്, ആവറേജ് ഒരു 12 to 14 അല്ലെങ്കിൽ 15% വരെ CAGR തന്നിട്ടുണ്ട്. ഇഫ് യു നീഡ് ലൈക്ക് ഫിക്സഡ് ഇൻകംസ് വേണമെങ്കിൽ AIFs ഉണ്ട്, നല്ല നല്ല ഫിക്സ്ഡ് ഇൻകം കൊടുക്കുന്ന. ഇപ്പം റീസെൻ്റ്ലി സുന്ദരത്തിൽ ഒരു AIF ലോഞ്ച് ചെയ്തിട്ടുണ്ട്. IFL ഉണ്ട്, 15% വരെ പെർ ആനം റിട്ടേൺസ് കൊടുത്തതുണ്ട്. നമ്മളെ റിയൽ എസ്റ്റേറ്റ് AIFs ഉണ്ട്, അതിലേക്ക് പോവാം. അല്ലെങ്കിൽ ബോണ്ട്സ് ഉണ്ട് നല്ല, അല്ലെങ്കിൽ FDയിലേക്ക് പോവാം. പക്ഷേ ഇഫ് യു റിയലി നീഡ് ടു ക്രിയേറ്റ് എ വെൽത്ത്, നിങ്ങൾക്ക് വേറൊരു ജോലി ഉണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഇത് നോക്കി നിൽക്കല്ല ചെയ്യേണ്ടത്. ഓക്കെ, 4 years അല്ലെങ്കിൽ 3 years നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പോർട്ട്ഫോളിയോ ഇഫ് ദാറ്റ്സ് നോട്ട് പെർഫോമിംഗ് വെൽ എന്നുണ്ടെങ്കിൽ റീലുക്ക് ചെയ്യണം. ഒരിക്കലും 25-30% ഒന്നും വെൽത്ത് ക്രിയേഷനിൽ ആരും എക്സ്പെക്ട് ചെയ്യരുത്. അത് ഒരു 1%, 2% ആൾക്കാർക്ക് കിട്ടാവുന്നൊരു ഭാഗ്യമാണ്. പക്ഷെ 15% കിട്ടിയാൽ തന്നെ പോരെ. ആവറേജ് 4 to 5 years നിങ്ങളെ ക്യാപിറ്റൽ എന്താണ്, ഡബിൾ ആവാണ് ചെയ്യുന്നത്. അപ്പം കമ്മിങ് ബാക്ക് ടു അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു അസറ്റിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും ചെയ്യരുത്. അപ്പം ഞാൻ അത് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത്, ഇത് മാറ്റിയിട്ട് ഫിസിക്കൽ അസറ്റായ ലാൻഡോ റിയൽ എസ്റ്റേറ്റോ വാങ്ങണം എന്നല്ല പറയുന്നത്. ഇതിനുള്ളിൽ തന്നെ റീറ്റ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റിൽ തന്നെ നല്ല നല്ല അസറ്റ്സ് ഉണ്ട്, ഈസി ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പം നമ്മുടെ ജനറേഷനിലുള്ള ഒരാളും, ഞാൻ വരെ ചെയ്ത തെറ്റാണ്, കുറേ റിയൽ എസ്റ്റേറ്റ് അസറ്റ്സ് പോയി വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഞങ്ങൾ വാങ്ങില്ല, ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പേപ്പർ വർക്ക്സിൻ്റെ ഇഷ്യൂസ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ തന്നെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, റീറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം എല്ലാ ക്ലയൻസും ഒരു ട്രെൻഡ് മാറ്റി ഗോൾഡും സിൽവറും ഇങ്ങനെ ബൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്തിനാണ് ബൈ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇക്വിറ്റി മാർക്കറ്റ്സിൻ്റെ ഇതിൻ്റെ കാഗർ നോക്കുകയാണെങ്കിൽ, ഗോൾഡ് ഇപ്പോഴും ഒരു 30 years നോക്കുകയാണെങ്കിൽ 6 or 7% തന്നെ തന്നിട്ടുള്ളൂ, പെർഫോം ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ട് ഒരു വലിയൊരു ഗെയിൻ വന്നെന്ന് വിചാരിച്ചിട്ടില്ല അതിലേക്ക് മാറരുത്. പക്ഷേ യു ഷുഡ് കീപ് ലൈക്ക് 20 or 30%, അല്ലെങ്കിൽ ഒരു 15% ഒക്കെ ബോണ്ട്സും സിൽവറും ഗോൾഡും ഒക്കെ വെക്കുന്നത് നല്ലതാണ്. സോ ഒരു ഫേമസ് ഇൻവെസ്റ്റർ പറഞ്ഞ പോലെ, നമ്മൾ പേഷ്യൻസ്, ഡിസിപ്ലിൻ, സ്ട്രക്ചർ
ഇതൊക്കെയാണ് വെൽത്ത് ക്രിയേഷന്റെ മെയിൻ പില്ലേഴ്സ് ദാൻ ഫൈൻഡിങ് ദാറ്റ് വൺ മൾട്ടി ബാഗർ ഓർ ആ ലക്കി സ്റ്റോക്കിന്റെ പിന്നാലെ ഓടി അങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനാണ് എന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ബട്ട് ശരിക്കും ഈവൻ ആവറേജ് സ്റ്റോക്സ് ആണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്, ഫണ്ടമെന്റൽ സ്ട്രോങ് ആണെങ്കിൽ ഓവർ പീരീഡ് ഓഫ് ടൈം ഇത് പെർഫോം ചെയ്യും, വെൽത്ത് ക്രിയേറ്റ് ആവും എന്നുള്ളതാണ് ഡേറ്റ ആൻഡ് ഹിസ്റ്ററി നമുക്ക് പഠിപ്പിച്ചത്. അതെ, അത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു നാഷിക പറഞ്ഞൊരു വേർഡ് തന്നെ അവിടെ ഞാൻ എംഫസൈസ് ചെയ്യാണ്, ലക്കി സ്റ്റോക്ക്. ലക്കിന്റെ പിന്നാലെ നമ്മൾ പോകുന്നത്, സ്ട്രക്ചർ ചെയ്ത് പോയാൽ പോരെ. ഇപ്പൊ ഇഫ് ഐ ആം എൻ എഞ്ചിനീയർ, ഇഫ് ഐ ആം എ ഡോക്ടർ, എനിക്ക് എന്റേതായ പണിയുണ്ട്. സോ ഗോ ടു എ ഗുഡ് അല്ലെങ്കിൽ പ്രൊഫഷണൽ അഡ്വൈസേഴ്സ് ഉണ്ട്. സെബി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ ആവട്ടെ, PMS, പല രീതിയിലുള്ള എക്വിറ്റി അഡ്വൈസേഴ്സും പല രീതിയിലുള്ള അഡ്വൈസേഴ്സ് ഉണ്ട്. ഇന്ന് മാർക്കറ്റിൽ കുറെ AMCകൾ അവൈലബിൾ ആണ്. അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളെ പൈസ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിനൊരു എക്സാമ്പിൾ, ഒരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ പറയാൻ, ഇപ്പോൾ പലരും ഒരു മെഡിക്കൽ നീഡ് ഉണ്ടായാലും നമുക്കിപ്പോൾ ChatGPT നോക്കിയാൽ ഒരു പരിധി വരെ എല്ലാ സിംറ്റംസിനും ആൻസർ AI തരും. അത് വിചാരിച്ചിട്ട് ഡോക്ടറെ അടുത്ത് പോവാതിരിക്കൂലല്ലോ. ബിക്കോസ് ഫൈനലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അവരൊരു നോളജ് വിച്ച് ദേ ഹവ് അക്വയർഡ് ഓവർ ടൈം എക്സെട്ര. അതേ ഒരു ഇമ്പോർട്ടൻസ് ഒരു ഫിനാൻഷ്യൽ പ്രൊഫഷണലിനും അല്ലെങ്കിൽ അഡ്വൈസറിനോ കൊടുക്കണം. അവരത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ആ എക്സ്പീരിയൻസ് ഉണ്ട്. സോ ജസ്റ്റ് ഫ്രം ഇന്റർനെറ്റ് ആൻഡ് ഗൂഗിൾ നമുക്കൊരു ഇൻവെസ്റ്റർ ആവാൻ പറ്റില്ല, ആവാൻ പാടില്ല. Own financial advisor. Be a financial advisor. Correct. Everyone is trying to be a financial advisor. എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ആർക്കും ഇവിടെ ഈവൻ സംശയം നമ്മൾ പോലും പെർഫെക്റ്റ് അല്ല. ആർക്കും അതങ്ങനെ പെർഫെക്റ്റ് ആവാനും പറ്റില്ല. പേഷ്യൻസ് വെക്കുക, ഡൈവേഴ്സിഫൈ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്ത് ഇരിക്കുക, ഇമോഷൻസ് മാറ്റി നിർത്താം. ഇപ്പൊ തന്നെ നമുക്കിപ്പോ ഈ കുറഞ്ഞ ദിവസങ്ങളായിട്ട് ക്ലയൻസിന്റെ പാനിക് കോൾസ് വരുന്നുണ്ട്. എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ റീ എൻട്രി ചെയ്താലും ഇനിയും താഴെ പോകും. കാരണം അവരാ ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പൊ നമ്മൾ റിയൽ എസ്റ്റേറ്റ് പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കത് റെഡ് ആപ്പിൽ കാണാൻ പറ്റില്ല. അവിടെ വില കുറഞ്ഞിട്ടുണ്ടാവും. ഇത് വെച്ച് കാണുമ്പോ ഇമോഷൻ വർക്ക് ചെയ്യാം. അങ്ങനെ എക്സിറ്റ് ചെയ്ത പലരും കുടുങ്ങിയിട്ടുണ്ട്. അതെ, കാരണം നമുക്കിപ്പോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റോ? പ്രഡിക്ഷൻ എന്ന് പറയുന്ന സാധനമേ മാർക്കറ്റിൽ ഇല്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റ് എവിടെ വരെ താഴെ പോകും, എവിടെ വരെ മുകളിൽ പോകും എന്നുള്ളത്. പക്ഷെ സ്കൈ ഇസ് ദ ലിമിറ്റ്. മുകളിൽ എവിടെ വരെ പോവാ, താഴെ 0 വരെയല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങളിപ്പം ക്ലയൻസ് വിളിക്കാൻ എന്റെ സ്റ്റോക്ക് താഴെ പോകുന്നുണ്ട്, ജസ്റ്റ് നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് താഴത്തുനിന്ന് എടുത്താൽ മതിയോ? താഴത്തുനിന്ന് എവിടെ നിന്ന് എടുക്കും അത് നമുക്ക് പറയാൻ പറ്റില്ല, ക്ലയന്റിനും പറയാൻ പറ്റില്ല. നിങ്ങളത് ലോങ് ടേമിലേക്ക് വെച്ചതാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങൾ റെഡ് കാണുമ്പോൾ ആ റെഡ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. വോളറ്റൈൽ സാധനം. പക്ഷെ വോളറ്റൈൽ എന്ന് വെച്ചാൽ ഷോർട്ട് ടേമിലേക്ക് വോളറ്റൈൽ, ലോങ് ടേമിൽ നിങ്ങൾ നോക്കൂ. പോസ്റ്റ് കോവിഡ് ഒന്നും പറയുന്നില്ല. 2020 ഇങ്ങോട്ടേക്ക് കോവിഡ് കഴിഞ്ഞ് മാർക്കറ്റ് റിക്കവറി അതൊന്നും വേണ്ട. അതിന് മുന്നേ 2015 to 20 നോക്കിയോ, 10 to 20 നോക്കിക്കോ, 2025 നോക്കാം, 1992 ഇൻസെപ്ഷൻ ഓഫ് NSE നോക്കാം. മാർക്കറ്റ് വർക്ക് ചെയ്തിട്ട് അന്ന് അതിൽ ബിലീവ് ചെയ്ത ഒരു 25 വർഷം ബിലീവ് ചെയ്ത ആള് ഇന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്ത വെൽത്ത് ആയിട്ടുണ്ടാവും. അതേപോലെ ഇന്നിപ്പോ 25-30 വയസ്സായ ഒരാള് നെക്സ്റ്റ് 25 ഇയേഴ്സിലേക്ക് അങ്ങനെ ബിലീവ് ചെയ്തിരിക്കുക. അതായത് 25-30 വയസ്സ് പണ്ടത്തതിനെക്കാട്ടും ഇന്ന് സംഭവം എന്താന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ അവരെന്നെ ഒരു പ്രോ ആവാൻ നോക്കിയിട്ട് ഇന്നിപ്പോ എക്സിറ്റ് ചെയ്ത് അത് ഇങ്ങനെ ആവും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച കമ്പനിയിലും അല്ലെങ്കിൽ സെക്ടേഴ്സിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ യു ഹോൾഡ് ദാറ്റ്. അതിലേക്ക് വെറുതെ മാറി ചിന്തിച്ച് അതിപ്പം ഒരു 300 ഒരു സ്റ്റോക്ക് വാങ്ങി 250 എത്തി, ഓക്കെ അതിനിപ്പോ ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് 200 തിരിച്ചു വാങ്ങാം, അങ്ങനത്തെ പരിപാടി ഇല്ല. പിന്നെ ഒരു മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രൊഫഷണൽ ആൻഡ് ആൻ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താ പറയുക, എൻ്റെ ഓൺ ഫണ്ട് ആവുമ്പോൾ അതിൽ റെഡ് കാണുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യുന്നത്, എൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് വേറെ ഒരു ക്ലയന്റിന്റെ സാധനം ആവുമ്പോൾ ഞാൻ ഒബ്ജക്റ്റീവ് ആയിരിക്കും. ഞാൻ റൂൾസും സിസ്റ്റംസും ഇതാണ് അതിൽ യൂസ് ചെയ്യുന്നത്. വി ഹാവ് ദാറ്റ് സിസ്റ്റം. ആ സിസ്റ്റം ആ ഒരു സാധനം അവർ ആ റെഡ് അവിടെ കാണുന്നില്ല. ദേ ജസ്റ്റ് ഗിവ് ദീസ് എന്താ പറയുക ലെവൽസോ അല്ലെങ്കിൽ ഇതോ ദേ കാൽക്കുലേറ്റ് ഓൺ ദിസ് പെർസെന്റേജ് ഫിഗർ. അതിലാണ് അവർ പോകുന്നത്. ഫണ്ടമെന്റൽസ് ചേഞ്ച് ആയിട്ടില്ലേ? ഇല്ല, അത് ടെക്നിക്കൽസ് എങ്ങനെയാണ് ഹോൾഡിങ്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ആൾക്കാർ പോകണം എന്നേ ഞാനും പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ട്രേഡിങ്ങിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പലരും ഇപ്പൊ ട്രേഡ് ചെയ്യുന്ന ട്രേഡിങ് കൂടി കുറച്ച് വോളിയം കുറഞ്ഞു വീണ്ടും അത് തിരിച്ചു വരുന്നു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഇപ്പോൾ 10 lakhs ഒരാൾക്ക് ക്യാപിറ്റൽ ഉണ്ടായാലും ട്രേഡ് ചെയ്യാൻ പോകാന്നുണ്ടെങ്കിൽ ഒരിക്കലും 10 lakhs മൊത്തമായിട്ട് ട്രേഡ് ചെയ്യരുത്. ഷീ ഷുഡ് യൂസ് ഒൺലി ഒരു 3 or 4 lakhs ഓഫ് ഹിസ് ക്യാപിറ്റൽ, ബാക്കി അവിടെ തന്നെ വെക്കണം. ആ 4 lakhന്റെ മുകളിൽ ഒരു 5% ലോസ് വന്നാലും 20,000 വിച്ച് ഇസ്
2% ഓഫ് അവർ ഓവറോൾ ക്യാപിറ്റൽ. അതെ. അല്ലെങ്കിൽ ഒരിക്കലും റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ട്രേഡിങ്ങിന്റെ കേസിൽ. ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും സൂക്ഷിക്കേണ്ട സാധനം അതാ. ഇപ്പം ഒരു സെബി RA ആണെങ്കിൽ കൂടി, അല്ലെങ്കിൽ സെബി IAS എല്ലാവരും ഈ ട്രേഡിങ് സാധനങ്ങൾ തരുമ്പോൾ അവരൊരിക്കലും അവരൊരു ഒരു ഒരു സിഗ്നൽ തരും. ആ സിഗ്നലിൽ നമുക്ക് 10 lakhs 10 lakhs മൊത്തം പോയത് വാങ്ങരുത്. അവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. അല്ല, അതാണ് അവിടെ ആ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ ഗ്രീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പറ്റിയാൽ ഈ ട്രേഡിംഗ് ഒരു സംഭവം ഇസ് വെരി ഗുഡ്. ഒരു 10 lakhs ക്യാപിറ്റൽ ഉണ്ട്, നിങ്ങൾ 3 lakhs 4 lakhs എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡിമാറ്റിൽ 10 ഉണ്ടെങ്കിൽ കൂടി ട്രേഡ് എടുക്കാൻ പാടുള്ളൂ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി വല്ല സ്ട്രാറ്റജി ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇട്ട് വെക്കുക. ആ 4 lakhന്റെ മുകളിൽ ഇഫ് യു ഹിറ്റ് ലൈക്ക് ഒരു 4 or 5% ലോസ് എന്നുണ്ടെങ്കിൽ കൂടി ഓവറോൾ ക്യാപിറ്റലിന് മുകളിൽ എത്ര ലൂസിങ്? 2%. അപ്പോൾ കിട്ടുമ്പോൾ അത്ര തന്നെ കിട്ടുള്ളൂ. പക്ഷെ ആ ഒരു 1% വെച്ചിട്ട് കിട്ടിയാൽ തന്നെ ദാറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നമ്പറാണ്. പിന്നെ ഇതിന്റെ ഒരു നമ്മുടെ മാർക്കറ്റ്സിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു എൻട്രി ബാരിയർ അല്ലല്ലോ. നമ്മൾ ഇത്ര ക്വാളിഫൈഡ് ആയാലേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫണ്ട് ഉണ്ട്, ഡിമാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും എൻട്രി ചെയ്യാം. റിസ്ക് മാനേജ്മെന്റ് അറിയണമെന്നില്ല, യു ക്യാൻ ട്രേഡ്. വേറൊരു ടോപ്പിക് എപ്പോഴും ചർച്ച ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു സാധനം, ക്ലയൻസിന്റെ റിസ്ക് ബക്കറ്റ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. ഒരു 3-4 ബക്കറ്റ് ഉണ്ടെങ്കിലാണല്ലോ ഒരു പോർട്ട്ഫോളിയോ ക്ലയൻറ്റിന് സുഖമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത്. അഗെയിൻ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ചിലർക്ക് കൂടുതൽ വോളറ്റിലിറ്റി താങ്ങാൻ പറ്റും, ചിലർക്ക് പറ്റില്ല. നമ്മൾ ആ ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ബക്കറ്റ്സ് ആണ് നമുക്ക് അത് അവരെ കൊള്ളിക്കുക? പല ടൈപ്പ് ഓഫ് ബക്കറ്റ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഏജ് വൈസ് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 25 to 50 ഏജിലുള്ള ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി പുള്ളിക്ക് ഒരു ജോബ് ഉണ്ടാവും. അപ്പം ആ ജോബിലെ ഇൻകത്തിന് എപ്പോഴും പുള്ളി ഡിപ്പെൻഡ് ചെയ്യണം. വേറെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻകത്തിനെ കൊണ്ട് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്യൽ മാത്രമല്ല, അതിൻ്റെ കൂടെ പുള്ളിക്ക് ഇപ്പം 25 കഴിഞ്ഞ് ഒരു 35 ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ എക്സ്പെൻസ് കൂടും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയിൽ നിന്ന് കുറച്ച് റിട്ടേൺസ് വേണമെന്ന് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യുക, പുള്ളി സ്റ്റോക്സിൽ ഒട്ടുവച്ച പൈസ അങ്ങനെ തന്നെ എടുക്കുക. ഡിവിഡൻസ് ഉണ്ടാവും. ഡിവിഡൻസ് ഒന്നും വലിയ ഇൻകം എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തത്, ആ സ്റ്റോക്ക് ഒരിക്കലും വിറ്റിട്ട് നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് ഫോർ യുവർ റിട്ടയർമെന്റ് ഓർ ഫോർ യുവർ വെൽത്ത് ക്രിയേഷൻ. രണ്ടാമത്തത്, കുറച്ച് പൈസ നമുക്ക് എന്തിലേക്ക് മാറ്റാം? നല്ല നല്ല ബോൺഡ്സും ഫിക്സ്ഡ് ഇൻകം കിട്ടുന്ന പ്രൊഡക്ട്സ് കുറേ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ AIFs, ബോൺഡ്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അതിലേക്ക് മാറ്റാം. കുറച്ച് പൈസ നമുക്ക് ഗോൾഡിലേക്ക് എന്ത് ചെയ്യാം, ഗോൾഡ് ഓർ കമ്മോഡിറ്റീസ്. ഒരു എമർജൻസി വന്നാൽ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ട് മാതിരി. എമർജൻസി വന്നാൽ നമുക്കിപ്പം ഓക്കെ, ഗോൾഡും സിൽവറും താഴെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ETFs ആണ് ഏറ്റവും ബെസ്റ്റ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സെബി RAസിന്റെ കുറേ പ്രൊഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് 15 to നമ്മളെ പോർട്ട്ഫോളിയോ ഏറ്റവും ചെറിയ സൈസ് അതിലേക്ക് എന്ത് ചെയ്യാം, ഒരു ആവറേജ് ഒരു 15 or 20% റിട്ടേൺസ് കിട്ടുന്ന. അത് റിസ്ക് ഉണ്ടാവും, അതിനനുസരിച്ച് അതിന് റിസ്ക് ഉണ്ടാവും. ഒരു യങ്സ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് കുറച്ചൊരു എക്സ്പോഷറും കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു മിക്സ് പോർട്ട്ഫോളിയോ ആകുമ്പോൾ പുള്ളിക്ക് എന്ത് കിട്ടി, ഒരു ചെറിയ ഇൻകം കിട്ടി, ഇവിടുന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും പുള്ളി ക്രിയേറ്റ് ചെയ്ത വെൽത്തൊന്നും വിറ്റിട്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും ഒരു കാര്യം നടത്തരുത്. എമർജൻസി വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വിൽക്കണം. അത്ര വലിയ ഒഴിഞ്ഞ് കൂടാൻ പറ്റാത്ത ഒരു എമർജൻസി വന്നാൽ, അല്ലാത്ത കേസിൽ അതിന്നും എടുത്തിട്ട് എന്ത് ചെയ്യരുത്, എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യരുത്. അതിന് പകരമായിട്ട് ഇപ്പോൾ ഒരു 1 CR പോർട്ട്ഫോളിയോ, ഒരു 35 വയസ്സുള്ള ഒരാൾക്ക്, 35 ഏജിലുള്ള ഒരാൾക്ക് ഒരു 1 CR പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 50 lakhs ഐ വുഡ് സജസ്റ്റ് ലൈക്ക് പാർക്ക് ഇൻ ഗുഡ് ഇക്വിറ്റീസ് ആൻഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്. പല ഇൻവെസ്റ്റർ ഗുരൂസിന്റെ ഒരു തമ്പ് റൂൾ ഉണ്ടല്ലോ, ഒരു 6 മാസത്തെ ഇൻകം നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്താൽ നമ്മുടെ പോർട്ട്ഫോളിയോനെ നമുക്ക് തൊടാതെ എന്താ പറയുക മാനേജ് ചെയ്ത് പോവാം. കാരണം അധികം പോർട്ട്ഫോളിയോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു ലോങ് ടേം, ഒരു മീഡിയം ടേം വ്യൂവിലാണല്ലോ. അപ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് മാത്തമാറ്റിക്സിനെ ബാധിക്കും. ഒരു എമർജൻസി വന്ന് അതിലേക്ക് നമ്മൾ കൈയിട്ട് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ ഒരു മോഡൽ കുറിച്ചിട്ട് എന്താണ് ഒരു ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഡിപ്പെൻസ്, ഓരോരുത്തർക്കും ഓരോ എമർജൻസി ആയിരിക്കും. അതെ, ഞാൻ പറയുന്നത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, മറന്നാളെയാണെന്ന്. അങ്ങനെ ഒരു സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഓർമ്മ ഉണ്ടാവാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ എമർജൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം ഓക്കെ, ഒരു മെഡിക്കൽ എമർജൻസി വരും, ഇൻഷുറൻസ് എടുത്താൽ മതിയല്ലോ. ഇൻഷുറൻസ് എന്തായാലും എടുത്താൽ പോരെ ആദ്യം. പിന്നെ രണ്ടാമത്തത് വേറെ എന്തെങ്കിലും പേഴ്സണൽ എമർജൻസി വരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ 6 months ഇൻകം നിങ്ങളെ കയ്യിൽ ലിക്വിഡിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ലിക്വിഡേറ്റ് ഇറ്റ്. ഒരു പ്രൊഫഷണൽ അഡ്വൈസിൽ ഇത് എന്തായാലും വരും, മെഡിക്കൽ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും. പിന്നെ ഒരു എമർജൻസി എന്നിങ്ങനെ പറയുന്നത് അത് ഓരോ പേഴ്സണൽ അൺവാണ്ടഡ് എക്സ്പെൻസസ് ആണ് ഇന്നത്തെ കാലത്ത് പലർക്കും എമർജൻസി ആയി വരുന്നത്. അല്ല, ഇത് ആക്ച്വലി ഈ എമർജൻസി എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു ജോബ് ലോസ് വരാം,
അടുത്ത ഒരു ഇൻ ബിറ്റ്വീൻ അടുത്ത ജോബ് കണ്ടുപിടിക്കുന്നത് വരെ വണ്ടി ഓടിക്കാനുള്ള ഒരു ഫണ്ട്, നോട്ട് ലൈക്ക് മെഡിക്കൽ ഓർ എന്താ പറയാ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോസ്, ആ ഒരു ടൈപ്പ് ഓഫ് എമർജൻസി അല്ല ഇത് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുക. ഇൻകമിനൊരു എമർജൻസി വരും നമ്മള് അതെ 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 നമ്മളൊരു പ്രൊഫഷണലോ അല്ലെങ്കിൽ ഒരു സാലറീഡ് എംപ്ലോയി ആവുമ്പോൾ ഒരു ലേ ഓഫ് നടന്നു കഴിഞ്ഞാൽ ഒരു അടുത്ത 6 മാസം എങ്ങനെ വണ്ടി മുന്നോട്ട് പോവാ. നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ അതൊരു ആവറേജ് ടൈം ആണ് ബിഫോർ യു ഫൈൻഡ് അനദർ ജോബ് എപ്പോഴും ഇപ്പൊ ഒരു സ്റ്റാർട്ടറിന് നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. വിൽ സ്ട്രഗിൾ. നമ്മൾ എത്ര അഡ്വൈസ് പറഞ്ഞാലും ഈ വിൽ സ്ട്രഗിൾ. 6 മാസത്തെ വലിയ എമൗണ്ട് ആണ്, അയാൾക്ക് പറ്റില്ല. പക്ഷെ ഒരു 30-35 ആയി ഒരു 10 years വർക്ക് ചെയ്ത് കഴിഞ്ഞ് അവന്റെ ഒരു സാലറി 20% അവൻ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊരു നല്ല പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഫിക്സ്ഡ് ഇൻകത്തിലേക്ക് എന്ത് ചെയ്യാം, ഡൈവേർട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ട്രേഡിംഗ് പ്രൊഡക്ട്സ് കുറെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. സെബി RA അപ്രൂവ് ചെയ്തിട്ടുള്ള കുറെ ട്രേഡിംഗ് പ്രൊഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ ട്രേഡിംഗ് പ്രൊഡക്ട്സ് കുറച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പൊ അതിനൊന്നും എല്ലാ മാസവും റിട്ടേൺസ് കിട്ടുന്നല്ല പറയുന്നത്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ അതെടുത്ത് ചിലവാക്കേണ്ട ആവശ്യം അയാൾക്ക് വരുന്നില്ല. അപ്പൊ അതിലൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് സസ്റ്റെയിൻ ചെയ്യണം. അതൊരു നല്ല റിട്ടേൺസ് ആയിരിക്കും, റിട്ടേൺസ് ആയിരിക്കും, റിസ്ക്കും ഉണ്ട് അതിൽ എന്തായാലും. ഇതൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 ബക്കറ്റാണ് എന്റെ മനസ്സിൽ വരുന്നത്. ഒന്ന് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലൈക്ക് ഇക്വിറ്റിയിലും എങ്ങനെ ട്രേഡിംഗ് പ്രോഡക്ട്സിലൊക്കെ ചെയ്യാം. പിന്നെ ഒന്ന് സ്റ്റെബിലിറ്റി. ട്രേഡിംഗ് പ്രൊഡക്റ്റ് നമുക്ക് ഗ്രോത്തിലേക്ക് കൊടുക്കണ്ട, അതൊരു ഇൻകം ആക്കി എടുത്തിട്ട് ആ ഇൻകത്തിന് നമുക്ക് എന്ത് ചെയ്യാം, അത് ആവശ്യമില്ലെങ്കിൽ SIP ആക്കി മാറ്റാം. ആൻഡ് അഗൈൻ അതൊരു റിസ്കി സാധനമാണ്. നമുക്ക് SIP ഈസ് നോട്ട് എ കമ്മിറ്റ്മെന്റ് അല്ലേ, SIP ഒരിക്കലും കമ്മിറ്റ്മെന്റ് അല്ല. അപ്പൊ നിങ്ങൾ ആ ട്രേഡിംഗ് പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസം റിട്ടേൺസ് ഒന്നും കിട്ടണമെന്ന് ഉറപ്പില്ല. പക്ഷെ കിട്ടുന്ന പൈസ എന്ത് ചെയ്യുക, ചെലവാക്കാൻ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ SIP ബെറ്റർ വെൽത്ത് ക്രിയേഷനിലേക്ക്, ബെറ്റർ വെൽത്ത് ക്രിയേഷൻ ആവും, കോമ്പൗണ്ടിങ് പവർ കുറച്ചുകൂടി കൂടും. പിന്നെ സ്റ്റെബിലിറ്റിക്ക് ഒരു ബക്കറ്റ് വെക്കുക, ലൈക്ക് ബോൺസ് ആൻഡ് ഫിക്സ്ഡ് ഇൻകം പ്രോഡക്ട്സ്. പിന്നെ ഒന്ന് ഓപ്പർച്യൂണിറ്റിക്ക് വേണമെങ്കിൽ ഇഫ് യു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് മണി, ഓപ്പർച്യൂണിറ്റിക്ക് ഒരു ഫണ്ട് കീപ്പ് ചെയ്യുക. ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് AFSലോ അല്ലെങ്കിൽ ഒരു നല്ല ബിഗ് ക്ലയൻസ് കുറച്ച് ഗോൾഡിലും സിൽവറിലൊക്കെ പാർക്ക് ചെയ്യുക, കുറച്ച് കമ്മ്യൂണിറ്റീസിലൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി വേണമെങ്കിൽ കുറച്ചൊന്ന് പാർക്ക് ചെയ്യുക. കാരണം മറ്റേത് താഴെ പോകുമ്പോൾ ഇതെന്തായാലും ₹50 വീക്കൻ ചെയ്യുന്ന ഗോൾഡ് അങ്ങനെ കയറുന്ന ഈ ഒരു രീതിയിൽ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ റിസ്കിനെ ലോങ് ടേമിൽ കവർ ചെയ്യാൻ പറ്റും. ഇപ്പോ ഒരു ബേണിംഗ് ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി എവറി ഡേ ഇസ് ഹിറ്റിംഗ് ലോവർ സർക്യൂട്ട്, 100ലേക്ക് അടുക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഇതിൽ 2 വശം നമ്മൾ കാണുന്നു. ഒന്ന്, ഒരു സാലറീഡ് NRIs ഹാപ്പിയാണ്, കാരണം അവർ നാട്ടിലേക്ക് അയക്കുമ്പോൾ അവർക്ക് കൂടുതൽ റെമിറ്റൻസ് കിട്ടുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള NRIsന് ഒരു ആശങ്കയുണ്ട്. ബിക്കോസ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ റുപ്പിയിലാവുമ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും അത് റുപ്പി ഇങ്ങനെ താഴെ പോകുമ്പോൾ ആ ഒരു വാല്യൂ അവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. അതിനും നല്ലത് ദേ ക്യാൻ കീപ് ഇറ്റ് ഇൻ ദിറംസ് ഓർ റിയാൽസ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറയാണ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ്സ്, എസ്പെഷ്യലി നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ, ഇന്ത്യൻ മാർക്കറ്റ്സിൽ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും വഴികളുണ്ട്? കുറേ വഴികളുണ്ട് അത് ശരിക്കും മിറ്റിഗേറ്റ് ചെയ്യാൻ. ഫസ്റ്റ് ഇപ്പോൾ സാലറീഡിൻ്റെ ആൾക്കാരുടെ കാര്യം നിങ്ങൾ പറഞ്ഞു, അവർ ശരിക്കും ഇത് ചിന്തിക്കുന്നില്ല. പക്ഷെ അവരെ ചിന്തിക്കണം എന്ന് ഞാൻ പറയും. കാരണം 1000 റിയാല് 10 വർഷം മുന്നേ പുള്ളി അയച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 12,000 കിട്ടില്ലായിരുന്നു. ഇന്നിപ്പം ആവറേജ് 27,000 കിട്ടും. ഒരു 2010 അല്ലെങ്കിൽ ഒരു 12 ടൈമിൽ അയച്ചിട്ടുണ്ടെങ്കിൽ 12 രൂപ ഉള്ളൂ. ഇന്നിപ്പോ 25 രൂപ ഉണ്ട്. അപ്പം അന്ന് അയക്കുന്നതിന് പകരം ഇന്ന് അയച്ചിരുന്നെങ്കിൽ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങോട്ട് വെച്ചാൽ അവർ ഒരു അന്നത്തെ എന്റെ ചിലവൊക്കെ ഇങ്ങനെ കഴിയുന്നുള്ളത്. അപ്പൊ അവര് അടക്കം ചെയ്യേണ്ട ഒരു സാധനം എന്താണ്, അവരെ പോലുള്ള കുറച്ച് ചെറിയ പൈസ എല്ലാ മന്തും ഇവിടെ അവരെ ഡെയിലി കാര്യങ്ങൾ അവർ ഫാമിലിക്ക് നടക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അയക്കുന്നതിൻ്റെ ഒരു 10% എങ്കിലും അല്ലെങ്കിൽ ഒരു 5% എങ്കിലും നല്ല അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. രണ്ടാമത്തത് പിന്നെ ഈ പറഞ്ഞ പോലുള്ള HNI ക്ലയൻസിൻ്റെതാണ്. അത് ശരിക്കും എൻ്റെ ഒരു ക്ലയൻറ്റ് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ തന്നെ ഈ ഒരു മൂഡിലേക്ക് എത്തുന്നത്. ഞാൻ എല്ലാ HNI ക്ലയൻസിൻ്റെ അടുത്തും ഇത് പറയുന്നുണ്ട്, ലീഗൽ വേ ഹൗ ടു ലൈക്ക് മിറ്റിഗേറ്റ് ദാറ്റ് റിസ്ക്. ആ റിസ്ക് ഒഴിവാക്കുക എങ്ങനെയാന്നുള്ളത്, കറൻസി ഡിപ്രിസിയേഷൻ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത്. കാരണം അവർ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും അവരെ നോക്കുക, അവർ അവിടുന്ന് എത്ര ട്രാൻസ്ഫർ ചെയ്തു, എത്ര മില്യൺ ട്രാൻസ്ഫർ ചെയ്തു,
അതെ. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് റിട്ടേൺ ഒക്കെ കഴിഞ്ഞിട്ട് ആ ഇത്ര മില്യൺ ആയി എന്നാണ് അവർ നോക്കാം. അതെ. പക്ഷെ സാധാരണ ഒരാൾ ഒരിക്കലും അങ്ങനെ നോക്കില്ല. തിരിച്ച് അവർ ഹോം കറൻസിയിലാണ് കാൽക്കുലേഷൻ കാൽക്കുലേഷൻ നടത്തുക. അത് ഒബ്വിയസ്ലി എനിക്ക് അങ്ങനെ പറ്റും, കാരണം അവർ ചെയ്യുന്ന ബിസിനസ് അതിലാണ്, ഒരു പ്രോഫിറ്റ് അതിലാണ് വരുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ $1 million അവരും കൂടി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യൻ റുപ്പി ആയി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് റിപ്പാട്രിയേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഭയങ്കര തലവേദനകളുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അത് FD ആയിട്ട് എന്ത് ചെയ്യുക, NRI അക്കൗണ്ടിൽ ഡോളേഴ്സ് ആയിട്ട് തന്നെ വെക്കുക. ഡോളേഴ്സ് ആയിട്ട് തന്നെ വെച്ചിട്ട് അവരെന്ത് ചെയ്യുക, FD അതിൽ ലോക്ക് ചെയ്യുക. എന്നിട്ട് സെയിം ബാങ്കിൽ തന്നെ പറയാം, ഐ ഹാവ് ദിസ് മച്ച് കൊലാട്രൽ ഹിയർ, FD ആയിട്ട് ഇവിടെ എത്ര കൊലാട്രൽ ഉണ്ട്, നിങ്ങൾ എനിക്കത് എന്ത് ഇൻ ഡോളേഴ്സ് എനിക്കത് ഇന്ത്യൻ റുപ്പിയിൽ ലോൺ തരുമെന്ന് പറയാം. അപ്പോൾ അവർ ബാങ്ക് എന്ത് ചെയ്യും, ചെറിയൊരു സ്പ്രെഡ് എടുത്തിട്ട്, എന്ന് വെച്ചാൽ ഇവിടെ ഒരു 5% ആണെന്നുണ്ടെങ്കിൽ FD റിട്ടേൺസ് ഇവിടെ 5% കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം 6, നോട്ട് മോർ ദാൻ ദാറ്റ്, അതെടുത്തിട്ട് അവരെന്ത് ചെയ്യും, 1% പ്രോഫിറ്റ് ബാങ്ക് വെക്കും, മാക്സിമം 1%. അതിലും ലെസ്സിൽ തരുന്ന ബാങ്ക്സ് ഉണ്ട്, അക്കോർഡിംഗ് ടു യുവർ വോളിയം. എത്ര വോളിയം നിങ്ങൾ ചെയ്യുന്നുണ്ടോ വോളിയം അനുസരിച്ചിട്ട് അവർ നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, NROയിലേക്ക് എന്ത് ചെയ്യുക, ഒരു ലോൺ എടുക്കുക. ഇവിടെ ഒരു $1 million ഇന്നത്തെ കണക്കിൽ ഒരു 9 CR ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 90% അല്ലെങ്കിൽ 95% വരെ ബാങ്ക്സ് എന്ത് തരും, ഇവിടെ നിങ്ങൾക്ക് ലോൺ തരും. ഇതിൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന് റീപാട്രിയേഷൻ, ഈ NRO ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഡോളർ അങ്ങനെ തന്നെ കൊണ്ടുപോകാം. രണ്ടാമത്തത് ഡോളറിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ. ആൻഡ് ഇവിടെ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്താ, എക്സ്പെൻസ് ആണ്, ബിസിനസ് എക്സ്പെൻസ് ഓൺ ലോൺ. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞു, ഇവിടെ 10 CR ഇട്ടത് ലെറ്റ്സ് സേ ഒരു 20 CR ആയി. നിങ്ങൾ ഓവറോൾ പ്രോഫിറ്റിൽ നിന്നും ഈ ഇൻട്രസ്റ്റിന്റെ എക്സ്പെൻസ് കൂടി നമുക്ക് കുറക്കാം, ടാക്സ് പേ ചെയ്യുമ്പോൾ കുറക്കാം. അവിടെ കിട്ടുന്ന ടാക്സ് ഡോളർ ആയിട്ട് തന്നെ കിട്ടുന്നത്, അതിന് ടാക്സ് അടിക്കും വേണ്ട. സോറി, അവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റിന് ടാക്സ് അടിക്കും വേണ്ട. ആ ഇൻകം NRI ഇൻകം ആയിട്ടാണ്, അത് ആ ഇൻകം NRI ഇൻകം ആയി പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓവർ പീരീഡ് ഓഫ് 10 years നിങ്ങൾ 10 CR 20 CR ആയി എന്ന് വിചാരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്കത് റീപാട്രിയേറ്റ് ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ റീപാട്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത്ര തന്നെ എന്തും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെ കറൻസി ഇന്ത്യൻ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഡോളർ ഇൻക്രീസ്. അപ്പം ഇതെല്ലാം എന്തായി ഒഴിവായി കിട്ടി, കാരണം നിങ്ങൾ അവിടെ മില്യൺസ് അവിടെ എന്തുണ്ട്, ഡോളറിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം വലിയ നമ്പേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇന്ത്യൻ NRIs എപ്പോഴും ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയതൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഫോറിൻ ഫണ്ട്സ് ഫോറിൻ കറൻസിയിലോ /ഡോളറിലോ ബാങ്കിൽ കീപ്പ് ചെയ്യുക, എന്നിട്ട് അത് അഗേൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്നു. അതിലാകെ ഒരു 1% ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആൻഡ് അത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ കിട്ടുന്ന പ്രോഫിറ്റ്സും പിന്നെ ടാക്സ് പ്ലാനിംഗ് ഒക്കെ വെച്ച് ആവറേജ് 3 to 4% കറൻസി ഡിപ്രിഷിയേറ്റും ചെയ്തിട്ടുണ്ട് ഇത്രയും വർഷത്തിൽ. ഇനി ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ ആ റിസ്ക് നമ്മൾ ലോക്ക് ചെയ്തു. 10 years കഴിഞ്ഞാലും നമ്മൾ റിഗ്രറ്റ് വരില്ല. ഈ പറഞ്ഞ ഉദാഹരണം തന്നെ 12,000 വേഴ്സസ് 25,000 ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ്. ഒരാൾ ഒരു സ്ഥലം വാങ്ങി 13 lakhs സ്ഥലം വാങ്ങിയത്, ഒരു ആഫ്റ്റർ 10 years 26 lakhs അയാൾ അത് വിൽക്കാൻ നിന്ന്, അയാൾ ഉറപ്പിക്കാൻ നേരം ജസ്റ്റ് അയാൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി മില്യൺസിൽ, വിറ്റാലും എനിക്ക് ഇപ്പൊ 3 million എനിക്ക് എന്താ ലാഭം എന്ന് അയാൾ നോക്കിയത്. അയാൾ ഒരു 2012 ഒരു സ്ഥലം വാങ്ങി 13 lakhs, ഇന്നാ 26 lakhs ആയി. അയാൾ അന്ന് 12 rupees ദിർഹത്തിന് മാറ്റിയ പൈസ ആയിരിക്കും അത്, ഇന്നിപ്പോ 25 ഉണ്ട്. ഒന്നുമില്ല, ഒരു ലാഭവും ഇല്ല. അതിനുശേഷമാണ് പലരും ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത്. എല്ലാ NRIs ഇങ്ങനെ തന്നെ ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഇടയിലുള്ള ഹാർഡ്ഷിപ്പ്, സ്ഥലം വാങ്ങൽ, വിൽക്കൽ, ട്രാൻസാക്ഷൻ, ഹൗ റിച്ച് മേക്ക് മണി ഓവർ മണി എന്നുള്ളൊരു ടോപ്പിക്കാണ് ടച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി അവർ ലെവറേജ് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് പൈസനെ കൊണ്ട് പണം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ചില സർക്കിൾസ് നമ്മൾ കേൾക്കാം. അവരുടെ അസറ്റ്സ് പ്ലെഡ്ജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ അസറ്റ്സ് ലെവറേജ് ചെയ്തിട്ടോ അവർ വേറെ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് കടക്കുന്നു, അത് വീണ്ടും എന്താ പറയുക റിട്ടേൺസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ആ ഒരു റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രക്രിയ, ഇതിനെ കുറിച്ചിട്ട് ഒരു ഇൻസൈറ്റ് എന്താണ്? റിച്ച് ആൾക്കാർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും പറ്റുന്ന കേസാണ്, പക്ഷേ കാൽക്കുലേറ്റഡ് റിസ്ക് അവിടെ ഉണ്ടാവണം. ഇപ്പം ഫോർ എൻ എക്സാമ്പിൾ, എൻ്റെ ഓഫീസിൽ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാം മ്യൂച്വൽ ഫണ്ട് എക്സിറ്റ് ചെയ്യരുതെന്നാണ്. അത് 2 രീതിയിൽ അതിനെടുക്കണം. ഒരു ജോബ് പോയി നിൽക്കുകയാണ്, ഇനി അങ്ങോട്ട് എനിക്ക് ഒരു ഇൻകം ഇല്ല എന്നുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം അത്യാവശ്യ ഘട്ടത്തിൽ. പക്ഷെ എനിക്കൊരു എൻ്റെ ഒരു കല്യാണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ സാധനം ഒരിക്കലും
ഒരു എക്സ്പെൻഡിച്ചറിന് വേണ്ടി വേണ്ടിയിട്ട് ഒരിക്കലും അത് എക്സിറ്റ് ചെയ്യാൻ പാടില്ല. അതിന്റെ അഗെയിൻസ്റ്റ് ഇപ്പൊ നമുക്ക് പല ഫിൻടെക് ആപ്പുകളിൽ കയറിയാലും നമ്മുടെ ബാങ്കിങ് ആപ്പിൽ തന്നെ കയറിയ ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരു 9% or 10%, 9.9%, 10% വരെ മാക്സിമം ഇൻട്രസ്റ്റ് ഉള്ള ലോൺസ് അവൈലബിൾ ആണ് മ്യൂച്വൽ ഫണ്ട് അഗെയിൻസ്റ്റ് ആയിട്ട്. ആവറേജ് ഒരു 80-90%, 70 to 90% ആവറേജ് എന്ത് കിട്ടും. ബട്ട് 90 ഒന്നും കൂട്ടണ്ട, 70 തന്നെ കിട്ടിയാൽ മതി. 10 lakhs മ്യൂച്വൽ ഫണ്ട് ലംസമായി ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് 7 lakhs ലോൺ കിട്ടും. മ്യൂച്വൽ ഫണ്ട് ആവറേജ് 12 or 13% ഗ്രോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 10% ഇൻട്രസ്റ്റ് അടിച്ചാൽ കൂടി ഇവിടെ കോമ്പൗണ്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രോത്ത് വരുന്നത്. അപ്പൊ അയാള് അത് SIP രൂപത്തിലാക്കിയതാണെന്നെങ്കിൽ SIP ജസ്റ്റ് പോസ് ചെയ്തിട്ട് SIP എമൗണ്ട് എന്തിലേക്ക് മാറ്റാം, ലോൺ സർവീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റും ലോണും സർവീസ് ചെയ്യാൻ യൂസ് ചെയ്യുക, EMI അടിക്കാൻ യൂസ് ചെയ്യുക. ഇവിടെ എന്തായി, നിങ്ങളെ വെൽത്ത് അങ്ങനെ തന്നെ ഉണ്ട്, അത് അങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് ഗ്രോ ചെയ്തോളൂ. മറ്റേത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെയും യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം സീറോ. അത് ശ്രദ്ധിക്കുക. പക്ഷെ ഇത് രണ്ട് രീതിയിൽ എടുക്കണം. ഒരു ജോലി പോയി കിടന്ന് ഇൻകം ഇല്ല, അടുത്ത മാസം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പക്ഷെ നേരെ മറിച്ച് പുള്ളിക്ക് എന്തുണ്ട്, സ്റ്റേബിൾ ഇങ്ങനത്തെ കുറെ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു എക്സ്പെൻഡിച്ചർ വേണ്ടി ഒരു വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ പലരും ഉണ്ട് ഒരു റിസ്ക് എടുക്കാതെ വണ്ടിയൊക്കെ ഇപ്പോഴും എന്തിലെടുക്കുന്ന ഫുൾ ക്യാഷ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഓക്കെ, അത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റെബിലിറ്റി അത് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഇന്ത്യയിൽ വളരെ ചീപ്പായി കിട്ടുന്ന സാധനം കാർ ലോണ് എന്ന് പറയുന്നത്, ഹോം ലോണ്. അതെല്ലാം ഒരു സ്റ്റേബിൾ ഇൻകം ഉള്ള ഒരാൾ ഒരിക്കലും ഫുൾ ക്യാഷ് കൊടുത്തിടരുത്. ആ പൈസ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ വേണ്ട നല്ല ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തോ. നിങ്ങൾ കാർ അടിച്ച് തീരുമ്പോഴത്തേക്കും, കാറിന്റെ ലോൺ അടിച്ച് തീരുമ്പോഴത്തേക്കും ഇത് മിനിമം ഡബിളോ ത്രിബിളോ ആയിട്ടുണ്ടാവും. കാർ ഡിപ്രീഷിയേറ്റിംഗ് അസറ്റാ. അപ്പൊ അതൊക്കെ എന്തായാലും നമ്മൾ ലോൺ കൊടുത്തിട്ട് തന്നെ അതെ, നീ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോന് ഈ ഫണ്ട് അവിടെ പാർക്ക്ഡ് ആണ്, അസറ്റ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതൊക്കെ ചീപ്പ് ഇൻട്രസ്റ്റ് റേറ്റിൽ 7.2. റീസെന്റ് എനിക്ക് തോന്നുന്നു 7.2 ഹൗസിംഗ് ലോൺ ഡിസ്ബേഴ്സ്മെന്റ് നടത്തുന്നുണ്ട്. ഒരു ഫ്രണ്ട് എടുത്തത് വെഹിക്കിൾ ലോൺ ആവട്ടെ 7.5, 7.6 നാഷണലൈസ്ഡ് ബാങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ പൈസ നല്ലൊരു അസറ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കോമ്പൗണ്ട് ചെയ്ത് ഗ്രോ ചെയ്യും. ഇതൊക്കെ സംഭവം എന്ന് വെച്ചാൽ ഡിമിനിഷിംഗ് ആണ്, ഫ്ലാറ്റ് അല്ല ഇൻട്രസ്റ്റ് റേറ്റ്സ്. ആബ്സല്യൂട്ട് ടേംസ് നോക്കുകയാണെങ്കിൽ തന്നെ 3% ലാഭം അവിടെ ഉണ്ട് മിനിമം. കോമ്പൗണ്ടിംഗ് ലാഭം അത് ശ്രദ്ധിക്കുക. ഇതിനൊക്കെ വേറൊരു കാര്യമുണ്ട്, റിസ്ക് ഉണ്ട്. കാരണം നിങ്ങൾക്കൊരു ജോലി വേണം അല്ലെങ്കിൽ ഒരു ഇൻകം വേണം എന്നുള്ളൊരു റിസ്ക് ഉണ്ട്. അഗൈൻ സ്ട്രെസ് ചെയ്യുന്ന ഒരു ഏരിയ എന്താന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണലിനെ യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ഇങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുക, റിസ്ക് എടുക്കാം എന്നുള്ളതാണ്. ആ കാൽക്കുലേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്ത് സംഭവിച്ചാൽ എന്ത് നടക്കും എന്നുള്ളത്. ഇമോഷണൽ ആവാതിരിക്കുക അങ്ങനത്തെ ഡിസിഷൻസ്. അപ്പം അഗൈൻ ഒരു വെഹിക്കിൾ ലോൺ എടുത്തിട്ട് ആരും കടക്കണിയിൽ പെട്ടുപോയി ആ വെഹിക്കിൾ ഡിസ്പോസ് ചെയ്താൽ മതിയല്ലോ. ബിസിനസ് ലോൺ എടുത്തിട്ട് കുറെ പേര് പണി കിട്ടിയതുണ്ട്. കാരണം അത് ബിസിനസ്സിൽ യൂസ് ചെയ്ത ആ പൈസ എടുക്കാൻ ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. ശരി, ഒരു 10 lakhs വെഹിക്കിൾ ലോൺ എടുത്ത് ആ 10 lakh അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ലോൺ എടുത്ത് ഒരു 3 കൊല്ലം അടിച്ചു, ബാക്കി ജോലി പോയി അടിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ വെഹിക്കിൾ അങ്ങോട്ട് എന്ത് ചെയ്യാം, ഒഴിവാക്കാം, ലോൺ ക്ലോസ് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പൊ അത്ര റിസ്ക് ഒന്നും ഒരു വെഹിക്കിൾ ലോൺ എടുക്കുന്നതിൽ ഞാൻ കാണുന്നില്ല. ഈസിലി ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ ആ പൈസ നിങ്ങൾ എന്ത് ചെയ്തോളൂ, പോയിട്ട് ബാങ്ക് നല്ല റിട്ടേൺസ് കിട്ടുന്ന അസറ്റ്സ് ഉണ്ടെന്ന്, ബോൺസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഇക്വിറ്റിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എല്ലാവരോടും ഇപ്പം എൻ്റെ എംപ്ലോയീസ് ആണെങ്കിലും ഇവിടെ ഇപ്പം ഓൾമോസ്റ്റ് ക്യാപിൻടെക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പം 8 branches ആയി. 9th branch സൂൺ ബൈ 1 month നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യും, ഓപ്പൺ ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 100 employees അടുത്തോളമായി. ഇവരോട് എല്ലാവരോടും പറയുന്നത് നിങ്ങളെ ഇൻകം ഇൻകം തന്നെയാണ്, പക്ഷെ എല്ലാ എക്സ്പെൻസും കഴിച്ചിട്ട് അവർ നിങ്ങളെ സേവിങ്സിലേക്ക് മാറ്റേണ്ടത്. 10 or 20% SIP ചെയ്ത് വെക്കൂ. നാളെ നിങ്ങൾ ഈ കമ്പനിയിൽ ഇല്ലെങ്കിൽ കൂടി അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളും. പേ യുവർ സെൽഫ് ഫസ്റ്റ്. അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക. ലോണിനെ ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യുന്നത്, പക്ഷെ വയസ്സായി ചിന്തിച്ചു കഴിഞ്ഞാൽ ലിവറേജ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ലോണും എക്സിറ്റ് എടുത്ത് ഇങ്ങനെ വരാം. ലിവറേജ് അത്ര നല്ല കാര്യമൊന്നുമല്ല ലിവറേജ് എന്നല്ല, പക്ഷെ കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ടുള്ള ലിവറേജസ് ആക്ച്വലി ഗുഡ്. കാരണം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു കമ്പനി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡെറ്റ് ഫ്രീ ആയിട്ടുള്ളത് വളരെ 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 ചുരുക്കമാണ്. പക്ഷെ ആ ഡെറ്റ് അവർ കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ടാണ് എടുക്കുന്നത്. ഇൻകത്തിന്റെ 20% മുകളിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്. EMI 30% ഒക്കെ മാക്സ്. 30 ഒന്നും അത്ര നല്ലതല്ല എന്നാണ് പറയാറ്. പക്ഷെ ഇന്നിവിടെ കാണാം, ഇവിടെ വരെ EMIs കൊണ്ടെടുക്കുന്ന ആൾക്കാർ. അപ്പം അതിനൊക്കെ മാറ്റി ചിന്തിച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, 30 അല്ലെങ്കിൽ 25% എന്ന് പറയാൻ പാടില്ല.
അപ്പം അതൊക്കെ മാറ്റി ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക, ഡിസിപ്ലിൻഡ് ആവുക. നമ്മൾ പറഞ്ഞ പോലെ നല്ല നല്ല അസറ്റ്സിൽ അലോക്കേറ്റ് ചെയ്ത് വെക്കുക, ഇമോഷൻസ് മാറ്റി വെക്കുക, പ്രൊഫഷണൽസിനടുത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സംഭവം മറക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മറക്കുക. ഒരു 4 years 3 years കഴിഞ്ഞിട്ട് അത് നോക്കുക. ബി പേഷ്യന്റ്, ബി അതെ ഡിസിപ്ലിൻഡ്. അതെ. എന്നിട്ട് പ്രൊഫഷണൽസിന് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതോടുകൂടി നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു ഫോർ യുവർ ടൈം.